ഞങ്ങൾ സ്ത്രീകളുടെ പ്രതികരണം. പക്ഷേ ദിലീപ് നല്ല രീതിയിൽ തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല മോനെ. കാവ്യ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്രയും ഒരു ഇഷ്ടപ്പെട്ടൊരു നടനം. ഒരു കുഴപ്പം വരില്ലേ എന്ന് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാനും ഇച്ചിരി തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇവിടെ വന്നത്, ഇതറിയാൻ വേണ്ടിയിട്ട്. ദിലീപ് ഫാൻസിന്റെ പ്രതികരണം കോടതിയുടെ വെളിയിൽ നിന്ന് വരികയാണ്. മനസ്സിലാക്കിയിട്ടുള്ള കേസ് ഇല്ലാതായത് സത്യം തെളിഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? സത്യമായിരിക്കാൻ ഇവര് തമ്മിൽ എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആരും കണ്ടില്ല. കോടതിക്ക് പുറത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് കാണുന്നത്. വലിയ ആഘോഷത്തിലാണ് ദിലീപ് ഫാൻസ്. ദിലീപിന്റെ വീടിന് മുമ്പിൽ കേക്ക് മുറിക്കുന്നു. ദിലീപിന്റെയും കാവ്യയുടെയും ഫോട്ടോ പതിച്ച കേക്കുകൾ മുറിക്കുന്നു. ദിലീപിന്റെ വീടിന് മുമ്പിൽ കോടതിയുടെ വെളിയിൽ വലിയ ആഘോഷം ഉണ്ട്. ലഡു വിതരണം ചെയ്യുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. അങ്ങനെ ആ തരത്തിൽ വലിയ ആഘോഷത്തിലേക്ക് ദിലീപ് ഫാൻസ് കടക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന വിധി വന്നതിന് പിന്നാലെ വലിയ ആഘോഷമുണ്ടാവുകയാണ്. കോടതി മുറിക്ക് പുറത്ത്, ദിലീപിന്റെ വീടിന് പുറത്ത്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ദിലീപ് ഫാൻസിന്റെ വലിയ ആഘോഷത്തിന് തുടക്കമിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം കണ്ടത് ഏകപക്ഷീയമായ വാർത്തകളാണ്. ഇതിനപ്പുറത്തേക്ക് ദിലീപിന് പറയാനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഫാൻസിന്റെ പ്രഖ്യാപനമായി വന്നിരിക്കുന്നത്. 6 പ്രതികൾ മാത്രമാണ് കുറ്റക്കാർ. ദിലീപ് അടക്കമുള്ള മറ്റ് 4 പ്രതികൾ, 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. 7, 8, 9, 15 പ്രതികൾ കുറ്റക്കാരല്ല എന്നുള്ളത് കോടതി വിധിച്ചതിന് പിന്നാലെയാണ് ഈ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇവിടെ അതിജീവിത നടത്തിയ പോരാട്ടം ഇതുകൊണ്ട് വിഫലമായി എന്ന് പറയാൻ കഴിയില്ല. ധീരമായി മുന്നോട്ട് വന്ന് നടത്തിയ ആ പോരാട്ടം അവർ ഒരു പ്രകാശ ഗോപുരം പോലെ കേരളത്തിലെ സ്ത്രീകൾക്ക് മുമ്പിൽ, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയത്, ഒരു ഉടച്ചു വാർക്കലിന് ഇടയാക്കിയത് പരാതിയാണ്. പ്രോസിക്യൂഷൻ ഇതിനകത്ത് ഈ എവിഡൻസസ് ഒന്നും കൃത്യമായിട്ട് കളക്ട് ചെയ്ത് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പറ്റിയ അപാകത. അതായത് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികളെ ശിക്ഷിക്കാനുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. യെസ്, അതിനുശേഷം ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ സംഘത്തിനുണ്ടായിട്ടുണ്ട്. കോൺസ്പിറൻസി നിലനിൽക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് ഒരു സംശയത്തിന് ഇടയില്ലാതെ തന്നെ കോടതി പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതി കൃത്യമായി തന്നെ പറഞ്ഞു. കോൺസ്പിറസി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 7 മുതൽ 10 വരെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്, 4 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. ഗൂഢാലോചന തെളിയിക്കുന്ന മെറ്റീരിയൽസ് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യമാവുന്ന വിധത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. ഏത് കേസിലും ഗൂഢാലോചന തെളിയിക്കൽ എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ്. ഇവിടെ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരെയും കോടതി ശിക്ഷിക്കുന്നു. അതേസമയം തന്നെ ആസൂത്രകൻ എന്നാരോപിക്കപ്പെട്ട, ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ദിലീപിന് കോടതി ശിക്ഷ നൽകുന്നില്ല. അതിന് കാരണം പ്രോസിക്യൂഷന് കൃത്യമായി ഗൂഢാലോചന നടന്നു എന്നതിനെ സംബന്ധിച്ച് കോടതിക്ക് ബോധ്യമാവുന്ന തെളിവുകൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ വിചാരണ വേളയിലാകെ ഇവിടെ അനീതിയാണ് നടക്കുന്നത് എന്ന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനാ ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് കോടതിയിൽ നിന്ന് മിസ്യൂസ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് അത്? ദിലീപ് പുറത്തെത്തിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം കാണാം. ബി സന്ധ്യയുടെ അന്വേഷണ മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ IPSന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം തെളിയിക്കൽ എപ്പോഴും വെല്ലുവിളിയാണ്. ഇതൊരു അന്തിമ വിധിയല്ല. മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം എന്നുള്ളതാണ് ബി സന്ധ്യയുടെ പ്രതികരണം. ദിലീപ് പുറത്തേക്ക്. വലിയ ആരവങ്ങൾക്കും ആവേശങ്ങൾക്കും ഇടയിലാണ് ദിലീപ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ തമ്പടിച്ച വലിയ ആരാധക വൃന്ദം അവിടെ ഉണ്ടായിരുന്നു. അവർക്കിടയിലേക്ക് ദിലീപ് കുറ്റവിമുക്തനായി പുറത്തേക്ക് വരികയാണ്.